നമുക്കൊപ്പം ഇപ്പോൾ കെ വി തോമസ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കെ വി തോമസ്, അദ്ദേഹത്തെ 2013 നേരിട്ട് കാണാനും ഒരു ശ്രീബുദ്ധന്റെ പ്രതിമ കൈമാറാനും ഭാഗ്യം സിദ്ധിച്ച വ്യക്തിയാണ്. എങ്ങനെ ഓർത്തെടുക്കുന്നു? ഫ്രാൻസിസ് മാർപ്പാപ്പയെ ലാളിത്യത്തിന്റെ മാർപ്പാപ്പയായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഞാൻ പലപ്പോഴും റോമിൽ പോവുകയും പിതാവിനെ കാണുകയും ചെയ്തിട്ടുണ്ട്. അതിലെന്നും എന്റെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്നത് 2013 പാർലമെന്റിൽ ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയതിനു ശേഷം FAOയിൽ ഞാനും പ്രസിദ്ധമായ കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥനും എന്റെ ഭാര്യ ഷെർലിയും ഒരുമിച്ച് ഞങ്ങൾ പോകുന്നത്. അത് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ചാണ് ശ്രീബുദ്ധന്റെ ഒരു അർദ്ധകായ പ്രതിമയും ഭക്ഷ്യസുരക്ഷാ നിയമത്തെക്കുറിച്ച് പാംഫ്ലെറ്റും അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹം വളരെ വിശദമായി ചോദിച്ചു. അദ്ദേഹം ഇംഗ്ലീഷ് അറിയുന്നതിന് കൂടെയുള്ള ഒരു അച്ഛനാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. എങ്ങനെ ഇത്തരം ഭക്ഷണം കൊടുക്കാൻ കഴിയും, ഭക്ഷ്യ ഉത്പാദനം എങ്ങനെയായിട്ട് വളരെ വിശദമായി അദ്ദേഹം ചോദിച്ചിട്ട് അദ്ദേഹം ഇന്ത്യയെ സ്നേഹിച്ച ഒരു പിതാവാണ്. അദ്ദേഹത്തിന് ഇന്ത്യയിൽ വരണമെന്നും കേരളത്തിൽ വരണമെന്നും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ പോയിട്ടും അദ്ദേഹത്തിന് ഇത് വരാൻ കഴിഞ്ഞില്ല എന്നൊരു ദുഃഖമുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ ചർച്ചകളൊക്കെ നടന്നിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയും അതോടൊപ്പം തന്നെ ജൂബിലി വർഷമാണ്, അതൊക്കെയാണ് വലിയ തടസ്സമായി നിന്നത്. ഇപ്പം